എന്താ ഞങ്ങൾ ചെയ്യണ്ടേ? എന്റെ ലിയോന്റെ ചെവി കടിച്ച് ചോര പൊട്ടിച്ചു. ആരെങ്കിലും വന്നാ കൊടുക്കാനോ? ശരി, കൊടുക്കാം. ഇന്ന് തന്നെ കൊടുക്കാം ലാവിനെ. ശരി. ഇത് കണ്ടോ നിങ്ങൾ? എൻ്റെ ലിയോൻ്റെ ചെവി കടിച്ച് പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ് ലാവി. നമ്മുടെ വീട്ടിൽ സഹായിക്കാനായിട്ട് സിന്ധു ചേച്ചി വരാറുണ്ട്. സിന്ധു ചേച്ചി വരുമ്പം ലാവിക്ക് മാത്രമേ ശബ്ദം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ലിയോന് ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. ഈ സിന്ധു ചേച്ചി വരുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ രണ്ടുപേരും ബഹളം വെക്കും. പക്ഷേ ലാവി വേണ്ടാത്ത കുറച്ച് നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ലിയോ മിണ്ടാൻ പാടില്ല എന്ന്. അതെവിടുത്തെ നിയമം? അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങളവിടെ ഇരിക്കുന്നത് കാരണം ലാവി ലിയോനെ ഉപദ്രവിക്കുമെങ്കിലും ഞങ്ങൾ അങ്ങ് പിടിച്ചു വെക്കും. പക്ഷേ ഇന്ന് കിട്ടിയില്ല. ഇന്ന് എങ്ങനെയോ ലാവിക്ക് ലിയോൻ്റെ ചെവി കിട്ടി, ഒരൊറ്റ കടി കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് ചോര വന്നതൊന്നും ഞങ്ങൾ കണ്ടില്ല. പിന്നെ സിന്ധു ചേച്ചിയാണ് പറഞ്ഞത് ചോര വന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ കണ്ടോ കുണ്ടിയിൽ തിരിഞ്ഞ് ഒരൊറ്റ ഇരുത്ത് ഇരിക്കുന്നത്. എന്താ പറയേണ്ടത്, ഇവളെ വല്ലാത്ത സാധനമായിട്ടുണ്ട് കേട്ടോ ലാവി. എൻ്റെ ലിയോൻ്റെ തനി സ്വഭാവം എന്താണെന്ന് ലാവി ഇതുവരെ അറിഞ്ഞിട്ടില്ല. ലാവിയുടെ മുമ്പിൽ ലിയോ ഒരു പാവമായിട്ടാണ് ഇരിക്കുന്നത്. യഥാർത്ഥ സ്വഭാവം അവൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ലാവി കണ്ടം വഴി ഓടും. ഇതിപ്പോൾ ഞാനും ലിയോ എന്തോ തെറ്റ് ചെയ്ത പോലെയാണ് ലാവി ഇരിക്കുന്നത്. കുറേ തവണ ഞങ്ങൾ വിളിച്ചു നോക്കി, പക്ഷെ മൈൻഡ് പോലും ലാവി ചെയ്യുന്നില്ല. എനിക്ക് മനസ്സിലാവാത്തത്, നീ തെറ്റ് ചെയ്തിട്ട് നിൻ്റെ അടുത്ത് വന്ന് ഞാൻ സോറി പറയണം. അതെവിടുത്തെ ന്യായ? ശരി, സാരല്ല, പോട്ടെ. ക്ഷമിച്ചു, ഞങ്ങൾ ക്ഷമിച്ചു നിന്നോട്. ഓക്കെ 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 ഗുഡ് ഗേൾ. ലിയോൻ്റെ ചെവി കടിച്ചു പൊട്ടിച്ചിട്ട് ഗുഡ് ഗേൾ. ലിയോ ആയതുകൊണ്ട് നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ നിനക്ക് കിട്ടിയേനെ കേട്ടോ. ലിയോ പാവമായതുകൊണ്ടാണ് നിന്നെ വെറുതെ വിട്ടത്. ഓക്കെ, സാരല്ല കേട്ടോ ലിയോ ബോയ്.